ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു വിൻ്റർ ക്യാമ്പിലേക്കാണ് പോകുന്നത്. കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തുന്ന ഒരു വിൻ്റർ ക്യാമ്പ്. സാധാരണ ഈ തണുപ്പ് തുടങ്ങുന്ന സമയത്ത് എല്ലാ പ്രവാസികളും, എല്ലാ രാജ്യത്തെ പ്രവാസികളും ഇതുപോലുള്ള ചെറിയ ചെറിയ വിൻ്റർ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദറും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ അസോസിയേഷനുമായിട്ടും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ളൊക്കെ വിൻ്റർ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് അസ്കറിൽ, സാക്കീർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അസോസിയേഷൻ്റെ ഒരു വകയായിട്ട് ഒരു വിൻ്റർ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ വിൻ്റർ ക്യാമ്പിലേക്ക് ആണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ വിൻ്റർ ക്യാമ്പിൽ ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ളൊക്കെ അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്, അതുപോലെ നല്ല കാറ്റാണ്. അപ്പോൾ ആ ഒരു വിൻ്റർ ക്യാമ്പിൽ എല്ലാ ഫാമിലീസും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് വിറകൊക്കെ കൂട്ടി തീയൊക്കെ കാഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ഫുൾ നൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർ ക്യാമ്പാണ്. അപ്പോൾ ആ ഫയർ ക്യാമ്പിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അനു വ്ളോഗ് 82 പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിൻ്റർ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണുന്നത്. ഇൻട്രൊഡക്ഷൻ ഓൾറെഡി തന്നതാണ്. അപ്പോൾ നമുക്ക് വിൻ്റർ ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഡിയേഴ്സ്, ഇപ്പോൾ നമ്മൾ ഉമ്മലസത്ത് നേരെ അസ്കറിലുള്ള സാക്കീറിലുള്ള വിൻ്റർ ക്യാമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം ഏകദേശം 8:20 8 മണിക്കാണ് വിൻ്റർ ക്യാമ്പ് തുടങ്ങുന്നത്. 8 മണിക്ക് തുടങ്ങി വെളുപ്പിന് 3 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഉമ്മലസത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബഹറിൽ വന്നതിന് ശേഷം എൻ്റെ 3ാമത്തെ വിൻ്റർ ക്യാമ്പാണ് ഇന്നത്തേത്. ഇപ്പോൾ 2019 വിൻ്റർ ക്യാമ്പിന് അറ്റൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് 2020, 21, 22, 23 3 വർഷം ബഹറിൽ വിൻ്റർ ക്യാമ്പ് കൊറോണയൊക്കെ ആയതുകൊണ്ട് വിൻ്റർ ക്യാമ്പിന് പെർമിഷൻ കൊടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2024 2ാമത്തെ വിൻ്റർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. ഇന്ന് 2025 ജനുവരി 9 ഇന്ന് 3ാമത്തെ വിൻ്റർ ക്യാമ്പാണ്. ഒരു ഫാമിലി അച്ചുവും കിച്ചും ഒക്കെ ഇന്ന് 2ാമത്തെയാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അച്ചുവിൻ്റെ കൂടെ അച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് നിവിനും ഉണ്ട്. അപ്പോൾ നിവിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ വന്ന് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പം നമ്മൾ ഉമ്മലസത്ത് നിന്ന് യാത്രയാവുന്നതേ ഉള്ളൂ. നേരെ സിത്ര വഴിയാണ് നേരെ അസ്കറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ പിള്ളേരന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എടാ, ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും ഒരു പുതുവർഷമായിട്ട് നല്ലൊരു വിൻ്റർ ക്യാമ്പിലേക്ക് പോവുകയാണ്. വിൻ്റർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ഒത്തുകൂടുന്ന മനോഹരമായ ഒരു ക്യാമ്പായിരിക്കും. ഒരു ഫുൾ നൈറ്റ് നമ്മൾ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു ഡാൻസും ആട്ടും പാട്ടും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന നല്ല തണുപ്പത്ത് വിറകൊക്കെ കൂട്ടി തീയൊക്കെ കാഞ്ഞുകൊണ്ട് ചെയ്യുന്ന മനോഹരമായ ഒരു ക്യാമ്പാണ്. ഒരുപാട് GCC കൺട്രീസിലൊക്കെ ഈ വിൻ്റർ പ്രമാണിച്ച് ഇതുപോലെയുള്ള ഫയർ ക്യാമ്പുകളും വിൻ്റർ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത് മനോഹരമായ ഏകദേശം ഒരു 100 പേർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 100 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു ക്യാമ്പാണ്. അപ്പോൾ ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ മൊത്തം കാണുന്നത്. ഇപ്പം നമ്മൾ നേരെ അസ്കറിലേക്ക് പോവുകയാണ്. സിത്ര വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പോകുന്ന കാഴ്ചകളും വിൻ്റർ ക്യാമ്പിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. എന്തായാലും മനോഹരമായ ഒരു വീഡിയോ ആണ്. എന്തായാലും ആ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആണ് പ്രവാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന്
കാണിക്കുകയും നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുകയൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വിൻ്റർ ക്യാമ്പിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമുക്കെന്തായാലും പോകുന്ന വഴികളും വിൻ്റർ ക്യാമ്പുകളും അവിടുത്തെ രസകരമായ കാഴ്ചകളും ഡാൻസും പാട്ടും ഒക്കെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ ബാപ്കയുടെ ആൽബർട്ടയും പ്ലാന്റുകളൊക്കെ കഴിഞ്ഞ് അസ്കർ ദൂരത്തിൽ ബഹ്റൻ ഹൈവേയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഹൈവേയുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്ററാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. 120 കിലോമീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ അടിക്കുക എന്നുള്ളത് പക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് മേൽപ്പാലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മനോഹരമായ ഒരു ഹൈവേ തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ വിജനമായ റോഡാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ മേൽപ്പാലങ്ങളിലേക്ക് കയറുന്നത്, പാലങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡ് വഴിയാണ് നമ്മൾ ഈ മേൽപ്പാലങ്ങളിലേക്ക് കയറുന്നത്. ഒരു സർവീസ് റോഡ് മിസ്സായി കഴിഞ്ഞാൽ ഏകദേശം 15-20 കിലോമീറ്റർ പോയെങ്കിൽ മാത്രമേ നമുക്ക് യു ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റോഡിലൂടെയൊക്കെ വഴി അറിയാത്തവർ സഞ്ചരിക്കുമ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വേണം സഞ്ചരിക്കേണ്ടത്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വേണം സഞ്ചരിക്കേണ്ടത്. നമുക്കിപ്പോൾ 3ാമത്തെ മേൽപ്പാലം എത്തുന്നതിന് മുൻപ് ഒരു ഫ്രീ റൈറ്റ് ഉണ്ട്. ആ ഫ്രീ റൈറ്റ് വഴി നേരെ പോകുന്നത് നമ്മളെ ട്രീ ഓഫ് ലൈഫിലേക്കാണ്. ആ ട്രീ ഓഫ് ലൈഫിൻ്റെ അടുത്താണ് നമ്മളിപ്പം പോകാൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെറുതും വലുതുമായ ഒരുപാട് ക്യാമ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ആ ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദൂരത്തിൽ ബഹ്റൻ ഹൈവേയിലാണ്. ഇപ്പോൾ ഈ ഹൈവേ എന്ന് പറഞ്ഞ് നേരെ പോകുന്നത് ഖത്തർ ബോർഡറിലേക്കാണ്. നമുക്ക് ബഹ്റിൽ നിന്ന് ഖത്തറിലേക്ക് റോഡ് വഴി പോകാനുള്ള ഒരു മാർഗ്ഗമില്ല. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് വർഷങ്ങളായി പാല നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുവരെ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല. നമുക്ക് GCC കൺട്രീസിലേക്ക് നമുക്ക് ആകെ പോകാൻ പറ്റുന്ന ഒരു പാലം എന്ന് പറയുന്നത് സൗദിയെ കോസ്വേ ആണ്. ബഹ്റിൽ നിന്ന് സൗദിയിലേക്ക് പോകാൻ പറ്റുന്നത്, കരമാർഗം പോകാൻ പറ്റുന്നത് സൗദിയെ കോസ്വേ വഴി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ GCC കൺട്രീസിലുള്ള മറ്റ് ആൾക്കാരും സൗദിയിൽ വന്നിട്ടാണ് ബഹ്റിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഖത്തർ ബഹ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പാലം വന്നു കഴിഞ്ഞാൽ ഖത്തറിലുള്ള ആൾക്കാർക്കൊക്കെ ഡയറക്റ്റ് ബഹ്റിലേക്കും ബഹ്റിയുള്ള ആൾക്കാർക്ക് ഖത്തറിലേക്കും സഞ്ചരിക്കാൻ സാധിക്കും. എന്തായാലും നമ്മൾ ഏകദേശം ഈ വിൻ്റർ ക്യാമ്പ് എടുത്തിരിക്കുന്ന സ്ഥലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരുപാട് വിൻ്റർ ക്യാമ്പുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരുപാട് വിൻ്റർ ക്യാമ്പുകൾ ഈ ഒരു സ്ഥലത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു സാക്കീർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ചെറുതും വലുതുമായ ഒരുപാട് വിൻ്റർ ക്യാമ്പുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആ ഓരോ വിൻ്റർ ക്യാമ്പുകളും മനോഹരമായ അലങ്കാര ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വിൻ്റർ ക്യാമ്പിൽ എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന് തന്നെയാണ്. ഏകദേശം 100-120 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ വിൻ്റർ ക്യാമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വിൻ്റർ ക്യാമ്പിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ വിൻ്റർ ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതാണ് വിൻ്റർ ക്യാമ്പിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന പ്രവേശന കവാടം. ഈ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു ഏരിയ തന്നെ കാണാം. ഏകദേശം 100-200ഓളം ആൾക്കാർക്ക് ഒരുമിച്ച് ഒരുപാട് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റുന്ന വിശാലമായ ഒരു ഏരിയ തന്നെയാണ്. 2ഓളം വലുതും ചെറുതുമായ മജ്‌ലിസ് നമുക്കവിടെ കാണുവാൻ കഴിയും. അതിൽ തന്നെ ഏകദേശം 100-200 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സിന് പറ്റിയ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂമുകളും വാഷ് ബേസിൻ ഏരിയയുണ്ട്. മെഡിക്കൽ റൂമുകളുണ്ട്. പിന്നെ തീ കായാൻ വേണ്ടിയിട്ട്, അതായത് ഫയർ ക്യാമ്പിന് പറ്റിയ ഒരു സെൻറ്ററായിട്ടൊരു ഏരിയ ഉണ്ട്. അതിന് ചുറ്റും ഏകദേശം ഒരു 19 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളുണ്ട്. ആ ഇരിപ്പിടങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ ഈ മജ്‌ലിസിന് മുന്നിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുകളും, പ്രോഗ്രാമുകളും, ഡാൻസുകളും, പാട്ടുകളൊക്കെ വീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണമാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ കിച്ചൺ ഏരിയ ഉണ്ട്. ഒരു രണ്ടും ചെറുതും വലുതുമായ 2 കിച്ചൺ ഏരിയ ഉണ്ട്. ഒരു കിച്ചൺ ഏരിയയിൽ നമുക്ക് ഗ്രിൽ ഐറ്റംസ് ലൈവായിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കിച്ചണിൽ ലൈവ് പൊറോട്ടയും അതുപോലെ തന്നെ ദോശയും ഓംലെറ്റും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 കിച്ചണാണ്. എന്തായാലും വളരെ വിശാലമായ ഒരു വലിയൊരു വിൻ്റർ ക്യാമ്പാണ് നമ്മൾ ഈ പ്രാവശ്യം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നത് സാക്കീർ ഭാഗത്താണ്. സാക്കീർ എയർബേസിൻ്റെ ഒരു ഭാഗത്താണ്. ലൈഫ് ഓഫ് ട്രീയുടെ അടുത്താണ് ഈ ഒരു വിൻ്റർ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ആ വിൻ്റർ ക്യാമ്പിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് നോക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. കുട്ടികൾക്ക് വേണ്ടിയും വലിയവർക്ക് വേണ്ടിയും ഒരുപാട് കലാപരിപാടികൾ, ആക്ടിവിറ്റീസൊക്കെ അവർ
ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും അതുപോലെ തന്നെ കുട്ടികൾക്കും ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് പാട്ടുകളും ഡാൻസുകളും മറ്റ് ആക്ടിവിറ്റീസുകളും ക്വിസ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ഫാമിലീസ് വന്ന് ചേർന്ന ഒരു പരിപാടി തന്നെയായിരുന്നു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ റൈഡ്സിലൊക്കെ കയറാൻ സാധിച്ചു. അതുപോലെ തന്നെ ലൈവായിട്ട് തന്നെ ഈ ഗ്രില്ലും ഓംലെറ്റും ദോശയും സാമ്പാറൊക്കെ കൊടുക്കുന്ന ഒരു ക്രമീകരണമായിരുന്നു അവിടെ വെച്ചിരുന്നത്. അപ്പോൾ കഴിക്കുകയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ പോയി കളിക്കുകയും ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും പാട്ടിലും ഡാൻസിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ അവർക്ക് സാധിച്ചു. മനോഹരമായ ഒരു സന്ധ്യ തന്നെയായിരുന്നു. ഒരുപാട് ഫാമിലീസാണ് ഈ ഒരു വിൻ്റർ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നത്. ഒരുപാട് കുട്ടികളൊക്കെ ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. എന്തായാലും ആ ഒരു ദൃശ്യ വിസ്മയം നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും അതിലേക്ക് നമുക്ക് കടക്കാം. ഏകദേശം 8 മണിയോട് കൂടിയാണ് ഈ വിൻ്റർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാനും പാട്ടുപാടാനും ക്വിസ് മത്സരങ്ങളും അതുപോലെ തന്നെ കസാര കളികളും റിംഗ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയവരുടെയൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 10:30 മണിയോട് കൂടി ആദ്യത്തെ സെക്ഷൻ ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങി. ആദ്യത്തെ സെക്ഷനിൽ നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും ഗ്രില്ല് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 150ഓളം പേർക്ക് അത് സെർവ് ചെയ്ത് കൊടുത്തു. വീണ്ടും 11:30 മണിയോട് കൂടി വീണ്ടും നമ്മൾ ഗെയിംസുകളും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ സെക്ഷൻ ഫുഡ് കഴിഞ്ഞതിന് ശേഷം കപ്പിൾസിന് വേണ്ടിയിട്ട് ബലൂൺ മത്സരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങളും കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള റിംഗ് മത്സരങ്ങളുണ്ടായിരുന്നു. ആ റിംഗ് മത്സരത്തിലൊക്കെ എല്ലാ കുട്ടികളും പങ്കെടുത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ആക്ടിവിറ്റീസിലൊക്കെ കപ്പിൾസും ബാച്ചുലേഴ്സും കുട്ടികളൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. എന്തായാലും മനോഹരമായ ഒരു വിൻ്റർ ക്യാമ്പ് തന്നെയാണ് ഈ വർഷം സംഘടിപ്പിച്ചത്. 2025 ഒരു വിൻ്റർ ക്യാമ്പ് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസുകളും ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ കലാപരിപാടികളൊക്കെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഈ ഒരു വിൻ്റർ ക്യാമ്പ് നടക്കുന്നത് സാക്കീർ ഏരിയയിലാണ്. സാക്കീർ ഏരിയയിൽ ചെറുതും വലുതുമായ ഒരുപാട് വിൻ്റർ ക്യാമ്പുകളുണ്ട്. ഒരുപാട് അസോസിയേഷൻകാരും ഫ്രണ്ട്സുകളും ഫാമിലീസും അതുപോലെ തന്നെ മറ്റു മതസംഘടനകളൊക്കെ ഇത്തരത്തിലുള്ള വിൻ്റർ ക്യാമ്പുകളൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം എടുത്ത് അവരെല്ലാം കൂടിച്ചേർന്ന് അവരുടെ കലാപരിപാടികളൊക്കെ അവർ ആസൂത്രണം ചെയ്യാറുണ്ട്. അന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ തന്നെയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിൻ്റർ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. ഈ ഒരു വിൻ്റർ ക്യാമ്പ് നടക്കുന്നത് സാക്കീർ ഏരിയയിലാണ്. കുട്ടികളൊക്കെ അവിടെ ആടുകയും പാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മുതിർന്നവർ ഇവിടെ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയിലും വോളിബോളുകളിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എല്ലാവരും എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായ ഒരു ടെൻറ്റ് തന്നെയായിരുന്നു. നമ്മൾ ഈ ടെൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണിത്. സാക്കീർ മലനിരകളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടെൻറ്റാണ് നമ്മുടേത്. ഇതിനടുത്ത് തന്നെ ചെറുതും വലുതുമായ ഒരുപാട് ടെൻറ്റുകളുണ്ട്. ആ ടെൻറ്റുകളിലേക്ക് വന്ന വാഹനങ്ങളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞത്. ഈ ഒരു സമയങ്ങളിലൊക്കെ ഒരുപാട് അസോസിയേഷനുകാരും ഫ്രണ്ട്സും അതുപോലെ തന്നെ പിന്നെ ഫാമിലീസൊക്കെ ചെറിയ ചെറിയ ടെൻറ്റുകളൊക്കെ സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വീക്കെൻഡുകളൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്തായാലും ആ സമയം ഏകദേശം 1 മണിയോളമായി. ഏകദേശം 1:30 മണിയായപ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡ് കോഴ്സിനുള്ള ഫുഡൊക്കെ സെർവ് ചെയ്ത് തുടങ്ങി. സെക്കൻഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ദോശയും ചട്നിയും സാമ്പാറും അതുപോലെ തന്നെ ഓംലെറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ കാണുന്ന അത്ര തിരക്ക് സെക്കൻഡ് സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാരൊക്കെ സമയം ഏകദേശം 1:30 ആയപ്പോഴത്തേക്കൊക്കെ പോയി തുടങ്ങി. എന്തായാലും സെക്കൻഡ് സെക്ഷനിൽ നല്ല ചൂട് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ഓംലെറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം 2-2:30 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ സാക്കീറിൽ നിന്ന് നേരെ ഉമ്മലസത്തേക്ക് തിരിച്ചു. നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ തണുപ്പൊക്കെ തുടങ്ങി. പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. കാര്യം ഫയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ തീയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്രയും തണുപ്പ് തോന്നിയിരുന്നില്ല. എന്തായാലും മനോഹരമായ ഒരു വിൻ്റർ ക്യാമ്പ് തന്നെയായിരുന്നു 2025 സംഘടിപ്പിച്ചത്. ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുവാനും ഒരുപാട് ആൾക്കാരുമായിട്ട് സന്തോഷങ്ങളൊക്കെ പങ്കിടുവാനും ഒരുപാട് ഫാമിലീസിനെ കാണുവാനും ഫ്രണ്ട്സിനെ കാണുവാനും പരിചയപ്പെടുവാനൊക്കെ സാധിച്ചു. എന്തായാലും എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങളാണ് ഈ 2025 നമ്മൾ ഈ വിൻ്റർ ക്യാമ്പ് സമ്മാനിച്ചത്. ഈ പ്രവാസികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിൻ്റർ ക്യാമ്പുകളൊക്കെ അവർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ തന്നെയാണ്. എന്തായാലും ഞങ്ങൾ നേരെ സാക്കീറിൽ നിന്ന് ഉമ്മലസത്തേക്ക് തിരിക്കുകയാണ്. വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.